പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫീൽഡിൽ ഐ ആം വെരി നോട്ട് ഗുഡ് ഇൻ ഹാൻഡ്ലിങ് സോഷ്യൽ മീഡിയ. സ്റ്റേറ്റ് ബോർഡ് എക്സാംസിൻ്റെ മെയിൻ ബോർഡ് എക്സാംസിന് 10th തലേദിവസം വരെ ഞാൻ പ്രോഗ്രാം ചെയ്തു. കലോത്സവങ്ങൾ എത്രത്തോളം പാകപ്പെടുത്തിയിട്ടുണ്ട് ഉമാ ഗോവിന്ദൻ? എത്രത്തോളം സഹായിച്ചിട്ടുണ്ട്? പോയിട്ടേ ഇല്ല. ഇപ്പോൾ 100 പേര് നിന്ന് ഭരതനാട്യം കളിച്ചിട്ട് എന്താ കാര്യം? ഒരു ഡാൻസ് പെർഫോമൻസ് കാണുക എന്ന് പറയുന്നത് അത് നമ്മുടെ കണ്ണിന് മാത്രമല്ല മനസ്സിനും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് ക്ലാസിക്കൽ ഡാൻസൊക്കെ. ഇന്ന് നമ്മുടെ കൂടെ ഗസ്റ്റ് റൂമിൽ ജോയിൻ ചെയ്യുന്നത് നർത്തകിയും നൃത്ത സംവിധായകയും ദൂരദർശൻ്റെ A ഗ്രേഡ് ആർട്ടിസ്റ്റുമായിട്ടുള്ള ഉമാ ഗോവിന്ദാണ്. വെൽക്കം ടു ഗസ്റ്റ് റൂം. കൂടെ ഞാനുണ്ട് സുനിൽ, എന്നോടൊപ്പം ഉമാ ഗോവിന്ദ് ജോയിൻ ചെയ്യുന്നു. നമസ്കാരം മാം, സ്വാഗതം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. ഓൾസോ ഐ എം സോ ഹാപ്പി ടു ബി ഹിയർ. കാരണം ഈ മൺസൂൺ ഫെസ്റ്റിവൽ സ്പെഷ്യലി ഇറ്റ്സ് എ ഗ്രേറ്റ് ടൈം ഫോർ ആർട്ടിസ്റ്റ്. കാരണം ഇവിടെ വന്നതിന് ശേഷവും when I went to see the Kutambalam, I felt so inspired because of the nature and how the Kutambalam is. And also it adds because it's the rainy seasons and the festival is all about monsoon. Okay. So I feel very happy and fortunate to be here right at this time. മൺസൂണിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ആ ഒരു കാര്യത്തെക്കുറിച്ച് തന്നെ ആദ്യം ചോദിക്കുകയാണ്. മഴ ഇഷ്ടമാണോ? മഴ എങ്ങനെയാണ് ഡാൻസുമായിട്ട് കണക്ട് ചെയ്യാറുള്ളത്? മഴ ഡെഫിനറ്റ്ലി ഇഷ്ടമാണ്. ഡാൻസുമായിട്ട് എനിക്ക് തോന്നുന്നു ലൈക്ക് ഇറ്റ്സ് മഴ പെയ്യുമ്പോൾ എന്താണ് യൂഷ്വലി സംഭവിക്കുക ഈ പ്രകൃതിയിലാണെങ്കിലും ഇറ്റ്സ് ലൈക്ക് ക്ലെൻസിങ്, ഇറ്റ്സ് ലൈക്ക് ക്ലിയറിങ് ആൻഡ് ഇറ്റ് മേക്സ് വേ ഫോർ ന്യൂ തിങ്സ്. ലൈക്ക് പുതിയ പുതിയ ചെടികൾ വരിക, ചെറിയ ചെറിയ ഷേർപ്സ് ഷൂട്ട് ചെയ്യുക, ഈവൻ ഉള്ള ചെടി തന്നെ നല്ല രീതിയിൽ വളരുക. Just like that, for an artist, the cleansing is also important. അതേപോലെ തന്നെ ക്രിയേറ്റീവ് ഐഡിയാസ്, ജസ്റ്റ് ലൈക്ക് എങ്ങനെ പ്രകൃതി ചേഞ്ച് ചെയ്യുന്നു എന്ന് അതേമാതിരി I think that atmosphere itself gives us more energy to create something new. അപ്പോൾ ഒരു പുതിയൊരു വർക്കിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് actually I'm working with a new production. So when I came here during this time, I felt so inspired and like അത് ആ ഒരു പുതിയൊരു ക്രിയേറ്റീവ് എനർജി കിട്ടുന്ന പോലെ മഴ ഹെൽപ്സ് and that is what I feel. ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ്, എപ്പോഴും ഇങ്ങനെ സന്തോഷത്തോടെയാണോ ഇരിക്കാറ്? എപ്പോഴും ഇങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് പ്ലസന്റ് ആയിട്ടാണോ എപ്പോഴും ഇരിക്കാറ്? It's because of my art. I truly believe, and also about my teacher Guru Srimati V Maithili. She is a very happy person. Soul wise she is very happy and she is so giving. So I was under her now for more than 20-25 years. So I believe I've got her qualities also. She is always very happy. So I feel I got the maybe that happiness from her. I am generally a happy person. ഈ ഹാപ്പിനെസ് എന്ന് പറയുന്നതിൻ്റെ ഒരു മീനിങ് എന്താണ്? ഉമാ ഗോവിന്ദിന് ഉള്ളൊരു അർത്ഥം എന്താണ്? ശരിക്കും പറഞ്ഞാൽ ഇറ്റ്സ് ഡാൻസ്. ഡാൻസ് ഫോർ മീ ഫസ്റ്റ് when you ask me about what makes you happy, it is dance. ഇപ്പോൾ അതുമായിട്ട് ഞാൻ വന്നിരിക്കുന്നത് കൊണ്ടാണ് മേ ബി യു ഫെൽറ്റ് ഐ ആം ഹാപ്പി. ഡാൻസിലേക്ക് നിൽക്കുമ്പോൾ ഡാൻസ് ഇല്ലാത്ത ചില സമയങ്ങളിൽ മേ ബി ഐ ഫെൽറ്റ് ലിറ്റിൽ നോട്ട് മീ, അങ്ങനെ ഒരു ഫീലിംഗ്. ബട്ട് വെൻ ഡാൻസ് ഇസ് വിത്ത് മീ ഐ ആം ലൈക്ക് ഐ എം വെരി ഹാപ്പി. സോ ഹാപ്പി എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചാൽ ഓഫ് കോഴ്സ് മൈ ഫാമിലി ദേ largely support me. Also my colleague, my teachers, അങ്ങനെ നല്ലൊരു സപ്പോർട്ടീവ് സിസ്റ്റം ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ലൈക്ക് നമ്മൾ നേച്ചറിനെ പറ്റി സംസാരിച്ച് മഴ വെച്ച് തുടങ്ങിയില്ലേ, ലൈക്ക് an artist, what you see from an artist when you see a performance, എൻ്റെ ടീച്ചേഴ്സ് പറഞ്ഞ് കേൾക്കുന്ന വാക്കുകളാണിത്. You see the flower, you see the blossoming flower is very colorful, the flower is very cheerful. പക്ഷേ ഫ്ലവർ എവിടെ നിന്നുണ്ടായി? ചെടിയിൽ നിന്നുണ്ടായി. ചെടി എങ്ങനെ നർച്ചർ ചെയ്യാൻ വേറെ സൺലൈറ്റ് വേണം. അതാണ് സപ്പോർട്ടീവ് സിസ്റ്റംസ്. സൺലൈറ്റ് വേണം, നല്ല സോയിൽ വേണം, അതിന് വളം വേണം, അതിന് സമയാസമയത്ത് വെള്ളം വേണം, അതിനെ നർച്ചർ ചെയ്യാനുള്ളൊരു അറ്റ്മോസ്ഫിയർ വേണം. എന്നാൽ മാത്രമേ ചെടിയിൽ പൂ വരുള്ളൂ. അതേപോലെ ജസ്റ്റ് ലൈക്ക് ദാറ്റ് അത്രയും സപ്പോർട്ടീവ് സിസ്റ്റം ആണ് ആ പൂവിന് കാരണം.
അപ്പോൾ അതേപോലത്തെ ഒരു ഫാമിലി ആണെങ്കിലും ഒരു ടീച്ചറാണെങ്കിലും അതേപോലെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും നമ്മൾ അങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുമ്പോഴാണ് വി ബ്ലൂം. അങ്ങനെ സോ അതാണ് ഹാപ്പിനെസ്. അതാണ് ഹാപ്പിനെസ് ഡെഫിനറ്റ്ലി. ഫാമിലി, ഡാൻസ്, ഫ്രണ്ട്സ്, അസോസിയേറ്റ്സ്, എവറിത്തിങ് മേക്സ് മീ ഹാപ്പി. ഓക്കെ. ഉമാ ഗോവിന്ദിൻ്റെ ഏറ്റവും വീക്ക് പോയിന്റ് ഏതാണ്? എൻ്റെ വീക്ക് പോയിന്റ് ബേബി ഐ വാസ് ജസ്റ്റ് ഡിസ്കസിങ് വിത്ത് മൈ ഫ്രണ്ട്. ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫീൽഡിൽ ഐ ആം വെരി നോട്ട് good in handling social media, like channels. In this age, that is also very important. Very important. To showcase yourself, support yourself. അങ്ങനെ നമ്മളെ തന്നെ ഒന്ന് അത് തന്നെ പ്രൊമോട്ട് ചെയ്യുന്ന മാതിരി യു ഹാൻഡിൽ യുവർ തിങ്സ് ഇൻ സോഷ്യൽ മീഡിയ. അതിൽ ഞാൻ ഭയങ്കര വീക്കാണ്. പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് ഒക്കെ ചിലപ്പോൾ ഞാൻ ആഴ്ചകളോടും അത് അങ്ങനെ ഉണ്ടെന്നേ മറക്കും. അപ്പോൾ ചിലപ്പോൾ ഞാൻ വിചാരിക്കും ഐ ഹാവ് ടു ഡു സംതിങ് എവറി വീക്ക് ഓർ എവറി ഡേ ഓർ ഓൾട്ടർനേറ്റ് ഡേയ്സ് ഐ ഹാവ് ടു പോസ്റ്റ് സംതിങ് എന്ന് വിചാരിക്കും. 2 ദിവസം ചെയ്യും, പിന്നെ ഞാൻ മറക്കും. എൻ്റെ സിസ്റ്റത്തിൽ അത് അപ്ലോഡ് ആയിട്ടില്ല. അങ്ങനെ ഒരു യു ഹാവ് ടു വർക്ക് അത്. അതിൽ ഞാൻ ഐ ആം ലിറ്റിൽ വീക്ക് ഇൻ. ഇന്നത്തെ കാലത്ത് അങ്ങനെയാണല്ലോ അതൊരു എക്സ്ചേഞ്ച് ഉള്ളത്. അങ്ങനെയാണ് കൂടുതൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഈവൻ ഇപ്പോൾ അഹല്യയിലൊരു ഫെസ്റ്റിവൽ ഉണ്ട്, അത് എങ്ങനെ അറിയുന്നു ആൾക്കാർ? സോഷ്യൽ മീഡിയ. ഡെഫിനറ്റ്ലി കൂടുതൽ പബ്ലിസിറ്റി പോകുന്നത് സോഷ്യൽ മീഡിയ. യു ഹാവ് ടു വർക്ക് ലൈക്ക് ദാറ്റ് ഓൾസോ. ഒരു ഡാൻസറിന് എപ്പോഴും ഡാൻസ് മാത്രം പ്രാക്ടീസ് ചെയ്ത് ഡാൻസ് കളിക്കുന്നു, അത് പോരാ. ഇഫ് യു ആർ എ പ്രൊഫഷണൽ ഡാൻസർ, യു ഹാവ് ടു ബി ഗുഡ് ഇൻ മെനി അതർ തിങ്സ് ഓൾസോ, ലൈക്ക് ഹാൻഡിലിങ് അതർ ആർട്ടിസ്റ്റ്. അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കണം. അതേപോലെ യു ഹാവ് ടു പ്രൊമോട്ട് യുവർ ആർട്ട് ഓൾസോ. ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ആ ഒരു ഭാഗത്ത് ഐ ആം വീക്ക്. ഐ ഹാവ് ടു ലേൺ ആൻഡ് ഐ ഹാവ് ടു ഇംപ്രൂവ്. ഇന്നത്തെ കാലത്ത് കലാകാരന്മാർ ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കേണ്ടതല്ലേ? കാര്യം അവർ സെൽഫ് പ്രൊമോഷൻ ആവശ്യമാണ്. ഇപ്പോൾ എത്രയധികം മറ്റുള്ളവർ പ്രൊമോഷൻ നടത്തുന്നു പറഞ്ഞാലും സെൽഫ് പ്രൊമോഷൻ നമ്മുടെ ഇന്നത്തെ കാലത്ത് ആവശ്യം തന്നെയാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ ഇല്ലാത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാത്തതിൻ്റെ പേരിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ലേ? അങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല. മേ ബി എനിക്കൊരു പ്രോഗ്രാംസ് ഒക്കെ ഉള്ള സമയത്ത് ഐ യൂസ് സോഷ്യൽ. ഞാൻ എപ്പോൾ യൂസ് ചെയ്യാതിരിക്കും എന്ന് വെച്ചാൽ മേ ബി ഐ എം ലൈക്ക് ലാസ്റ്റ് 1 year ഐ വാസ് നോട്ട് ഡാൻസിങ്. കാരണം എന്താ വെച്ചാൽ എനിക്ക് സെക്കൻഡ് ബേബി ഉണ്ടായ സമയമാണ്. ദാറ്റ് ടൈം ഐ എം ഫോക്കസ്ഡ് ടുവേർഡ്സ് ദാറ്റ്. എൻ്റെ ഫാമിലി, സെക്കൻഡ് ബേബീൻ്റെ പ്രഗ്നൻസി, ഡെലിവറി, ആ സമയത്തൊക്കെ ഐ വാസ് നോട്ട് ആക്റ്റീവ്. ബിക്കോസ് ഐ ഫീൽ സോഷ്യൽ മീഡിയയിൽ എനിക്കെപ്പോൾ ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ പ്രോഗ്രാംസ് ഉണ്ടാവുമ്പം ഐ പോസ്റ്റ് മൈ പോസ്റ്റേഴ്സ്, ഐ ഷെയർ മൈ വീഡിയോസ്, ഐ ഷെയർ മൈ റിഹേഴ്സ്. പക്ഷെ അല്ലാത്ത സമയത്ത് ഐ എം നോട്ട് ആക്റ്റീവ്. സോ ആ സമയത്ത് ആൾക്കാർ കാണില്ല എന്നെ ഇല്ല. ഐ യൂസ് ഇറ്റ്, പക്ഷെ നോട്ട് ഓൺ എ ഡെയിലി ബേസിസ്. ഇപ്പോൾ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഐ യൂസ് ഇറ്റ് ഓഫ് കോഴ്സ്, കാരണം ഇറ്റ്സ് പാർട്ട് ഓഫ് അവർ പ്രൊഫഷൻ. അങ്ങനെ അതൊരു ഓഫീസ് മാതിരി. ഞാൻ പറയും ഈ സോഷ്യൽ മീഡിയ ഡാൻസേഴ്സിന് ഒരു ഓഫീസ് മാതിരിയാണ്. കാരണം അതിൽ കയറുമ്പോൾ മറ്റ് ഡാൻസേഴ്സ് എന്ത് ചെയ്യുന്നു, അവരെന്തൊക്കെ പ്രൊഡക്ഷൻ ചെയ്യുന്നു, എന്തൊക്കെ ഫെസ്റ്റിവൽസ് ഉണ്ടെന്ന് വി ഗെറ്റ് ലോട്ട് ഓഫ് ഇൻഫർമേഷൻ. അപ്പോൾ ദാറ്റ്സ് ലൈക്ക് ആർ ഓഫീസ് എന്ന് ഞാൻ പറയും. പക്ഷെ അത് ഇപ്പോൾ അതിലില്ലാത്ത സമയത്ത് മേ ബി എൻ്റെ അതർ പേഴ്സണൽ ടൈമിങ്സിൽ ഞാനത് ഉപയോഗിക്കാറേ ഇല്ല. അപ്പം ഐ എം കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ദ സീൻ. ഓക്കെ. എവിടെ നിന്നാണ് ഉമാ ഗോവിന്ദ് സ്റ്റാർട്ട് ചെയ്തത്? അല്ലെങ്കിൽ ഏത് പ്രായം മുതലാണ് ഈ ഒരു ഡാൻസ് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്? എന്തായിരുന്നു അപ്പോഴത്തെ ഒരു ഇൻറ്റൻഷൻ? ഡാൻസ് പഠിച്ച് തുടങ്ങിയതിൻ്റെ ഒരു ഇൻറ്റൻഷൻ ഉണ്ടാവുമല്ലോ. വീട്ടുകാരെ നിർബന്ധിച്ചിട്ടായിരിക്കാം, സ്വന്തം ഇഷ്ടപ്രകാരമായിരിക്കാം. അപ്പോൾ ആ ഒരു ഇൻറ്റൻഷൻ എന്തായിരുന്നു? ആക്ച്വലി പഠിച്ച് തുടങ്ങുന്നത് വെൻ ഐ വാസ് 5 years old. അപ്പോൾ എന്നെ എന്തിന് ഡാൻസിന് ചേർത്തെന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ സിനിമയിലെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ചുമ്മാ തന്നെ ഡാൻസ് ചെയ്യും. അപ്പോൾ എനിക്ക് അതിൽ ഒരു എന്തോ ഇൻക്ലിനേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് പാരൻസ് കൊണ്ട് എന്നെ ടീച്ചറുടെ അടുത്ത് ജോയിൻ ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ ഗുരു ശ്രീമതി വി മൈഥിലി. അതാണ് എൻ്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ്. ടീച്ചറിൻ്റെ അടുത്ത് ജോയിൻ ചെയ്തുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ ഇരുന്ന് ഇൻ്റർവ്യൂ തരുന്നത്. മേ ബി വേറൊരു ഗുരുവിൻ്റെ അടുത്ത് പോയാൽ ഞാൻ ഇവിടെ എത്തുമായിരുന്നോ എന്ന് ഐ ഡോണ്ട് നോ. ബിക്കോസ് ഷീ എന്ന് പറയുന്നത്, ടീച്ചർ എന്ന് പറയുന്നത് ഡാൻസ് മാത്രമല്ല, ഷീ ഇൻസ്പയർസ് അസ് ടു കണ്ടിന്യൂ ഇൻ ദ ഫീൽഡ്. ആ ഡാൻസ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഷീ ഇൻസ്പയർഡ് അസ് സോ മച്ച് ദാറ്റ് നൗ ഐ ആം നോട്ട് ഏബിൾ ടു ലീവ് ഡാൻസിങ്. അപ്പോൾ ഡാൻസ് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഷീ ടോട്ട് അസ്, ഓൾ ഓഫ് അസ്, ഓൾ ഹെർ സ്റ്റുഡൻസ്. അപ്പോൾ
അവിടെ തൊട്ടാണ് ഡാൻസ് ചെയ്യാൻ തുടങ്ങിയത്. ഫ്രം ദ ബിഗിനിങ് ഫസ്റ്റ് ടീച്ചറിനെ ഞാൻ കണ്ടപ്പോൾ തൊട്ട് ലൈക്ക് എനിക്ക് എന്തോ ഒരു നമുക്ക് മാനസികമായ ഒരു കണക്ഷൻ ഉണ്ടെന്ന് നമുക്ക് തോന്നില്ലേ, അതേമാതിരി ഫസ്റ്റ് ടൈം ആദ്യത്തെ ദിവസം തന്നെ ടീച്ചർ എന്നോട് ചോദിച്ചു, മോളു നിനക്ക് എത്ര പ്രോഗ്രാം ചെയ്യണം. ദാറ്റ് ടൈം ഐ വാസ് നോട്ട് അവെയർ അബൌട്ട് ഡാൻസിങ്, ഭരതനാട്യം എന്താണ്, ഐ ഹവ് നോ ഐഡിയ അബൌട്ട് ദാറ്റ്. ടീച്ചർ എൻ്റെ ഫസ്റ്റ് ചോദിച്ചത് ആ ദക്ഷിണ കൊടുത്ത് വാങ്ങിച്ച ഉടനെ, ആദ്യം കുഞ്ഞിലെ നമ്മൾ ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ ടീച്ചറിന് ദക്ഷിണ കൊടുത്തിട്ട് വാങ്ങിച്ചിട്ടാണ് ജോയിൻ ചെയ്യുക. അപ്പോൾ അവിടെ വെച്ച് ടീച്ചർ ചോദിച്ചു, നിനക്ക് എത്ര പ്രോഗ്രാംസ് ചെയ്യണം എന്നാണ് ആഗ്രഹം. എനിക്ക് അന്ന് ഐ തിങ്ക് UKG മറ്റോ. അപ്പോൾ എനിക്ക് ഏറ്റവും അറിയുന്ന ഏറ്റവും വലിയ നമ്പറാണ് 100. ഞാൻ പറഞ്ഞു എനിക്ക് 100 സ്റ്റേജസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങിയത്. റൈറ്റ് ഫ്രം ദെയർ എനിക്ക് എപ്പോഴും ഡാൻസ് തന്നെ ആയിരുന്നു എൻ്റെ ഫോക്കസ്. ഈവൻ വെൻ ഐ വാസ് ഇൻ ഹൈസ്കൂൾ എനിക്ക് വേറെ ഞാൻ എന്ത് ചെയ്യണം, ഞാൻ മെഡിസിന് പോകണോ, ഞാൻ എഞ്ചിനീയർ, ദാറ്റ് ടൈം എല്ലാവരും മെഡിസിൻ ഓർ എഞ്ചിനീയറിംഗ് പോകുന്ന സമയമാണ്. അവിടെയാണ് എൻ്റെ പാരൻസ് എന്നെ സപ്പോർട്ട് ചെയ്തത്, എന്നെ മനസ്സിലാക്കിയത്. അപ്പോൾ ഞാൻ പറയും എനിക്ക് അതല്ല വേണ്ടത്, ഐ വാണ്ടഡ് ടു ബി എ ഡാൻസർ. അപ്പോൾ ഡെഫിനറ്റ്ലി പാരൻസ് പറയും സ്റ്റഡീസ് ഇമ്പോർട്ടൻ്റ് ആണ്, യു ക്യാൻ ബി എ ഡാൻസർ. പക്ഷേ ഞാനതിൻ്റെ ഫോക്കസ് മാറ്റിയിട്ട് ഒരു എൻട്രൻസിന് പോവുക അങ്ങനെയൊന്നും ഞാൻ ചെയ്തിരുന്നില്ല. ഞാൻ പഠിച്ചു, അക്കാഡമിക്കലി ഐ വാസ് റിയലി ഗുഡ്, നല്ല സ്കോർസ് മേടിച്ചിട്ട് എല്ലാം പാസ് ചെയ്തു. പക്ഷേ ഞാൻ എൻ്റെ വേറെ അത് വേണോ, ഈ പ്രൊഫഷൻ വേണോ ആ പ്രൊഫഷൻ വേണോ എന്നൊന്നും എനിക്കൊരു സംശയം ഉണ്ടായിരുന്നില്ല. ലൈക്ക് ഐ വാസ് ക്ലിയർ റൈറ്റ് ഫ്രം മൈ ഹൈസ്കൂൾ ടൈംസ് ഐ ആം ഗോയിങ് ടു ബിക്കം എ ഡാൻസർ. അപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ദ ജേർണി വാസ് ഓൾസോ വെരി സ്മൂത്ത്. ഓൾസോ മൈ പാരൻസ് സപ്പോർട്ടഡ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ബാക്കി ഐ ഡിഡ് മൈ ഡിഗ്രി ഇൻ ഫിസിക്സ്, then I did my MA in dance. പക്ഷേ even when I was doing physics I was very clear after physics I will definitely become a dancer. Okay, അത് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? എനിക്കെന്തോ അത് ഫ്രം മൈ ഹൈ സ്കൂൾ ഐ വാസ് ലൈക്ക് ഐ ആം ഗോയിങ് ടു ബി എ ഡാൻസർ എന്നൊരു ക്ലിയർ ആയിട്ടൊരു തോട്ട് ഉണ്ട്. അപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഈ പബ്ലിക് എക്സാം ഒക്കെ വരുന്ന സമയത്ത് ഇത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പാടുപെട്ടിട്ടുണ്ടോ? ഇല്ല, ഡാൻസും എക്സാമും ഒരിക്കലും ഇല്ല. ഞാൻ അത് അഗൈൻ ഐ വാസ് വെരി കംഫർട്ടബിൾ ബിക്കോസ് ഓഫ് മൈ ടീച്ചർ. ടീച്ചറെ പറ്റി പറയാതിരിക്കാൻ വയ്യ, അതുകൊണ്ടാണ് ഞാൻ ഓരോ ലൈനിലും ടീച്ചർ എന്ന് പറയുന്നത്. ടീച്ചറിൻ്റെ ഒരു കോച്ചിങ് വാസ് വെരി, നമുക്കൊരു റിലാക്സിങ്, ഇവിടുത്തെ ഈ സ്പേസിൽ വരുമ്പോൾ ഭയങ്കര റിലാക്സ്ഡ് ആണ് ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ വരുമ്പോൾ. അതേപോലെയാണ് എൻ്റെ ടീച്ചറിൻ്റെ ക്ലാസ്സിൽ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ടെൻഷനുള്ള ഒരു സംഭവം അവിടെ ഇല്ല. അപ്പോൾ ഈ പരീക്ഷയുടെ ഇടയ്ക്ക് നമുക്ക് വേണ്ടതാണ് ഒരു റിലാക്സേഷൻ. അപ്പോൾ നമ്മുടെ മനസ്സ് റിലാക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്നതൊക്കെ നമുക്ക് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും, ഈവൻ ഡ്യൂറിങ് അവർ എക്സാംസ്. ഞാൻ എൻ്റെ സ്റ്റേറ്റ് ബോർഡ് എക്സാം, ഞാൻ സ്റ്റേറ്റിലാണ് പഠിച്ചത്, സ്റ്റേറ്റ് സിലബസിൽ. സ്റ്റേറ്റ് ബോർഡ് എക്സാംസിൻ്റെ മെയിൻ ബോർഡ് എക്സാംസിൻ്റെ 10th തലേദിവസം വരെ ഞാൻ പ്രോഗ്രാം ചെയ്തു. ഇൻ ബിറ്റ്വീൻ ഓൾസോ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി എന്നൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇൻ ബിറ്റ്വീൻ മാത്സിൻ്റെ പ്രോഗ്രാമിൻ്റെ തലേദിവസം വരെ ചെയ്തിട്ടുണ്ട്. എനിക്ക് മാത്സിൽ ഫുൾ മാർക്സ് കിട്ടി. ഞാനത് അന്തസ്സോടുകൂടി പറയുന്നതെന്ന് വെച്ചാൽ ഐ ബിലീവ് ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ഡാൻസ്. കാരണം എനിക്ക് ആ ഒരു റിലാക്സേഷൻ ചെയ്തിട്ടാണ് ഞാൻ പരീക്ഷ എഴുതാൻ പോണത് എന്ന് ദാറ്റ് ഈസ് വാട്ട് ഐ ബിലീവ്. പക്ഷേ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഡാൻസും ഇതും കൂടെ ഹാൻഡിൽ ചെയ്യാം. കാരണം എന്നുവെച്ചാൽ ഒരുപാട് പേര് ഡാൻസ് നിർത്തും 10th ആകുമ്പോൾ, അത് പറ്റില്ല, ഇനിയിപ്പോൾ ഒരുപാട് പഠിക്കാനുണ്ട്, ഇനി ഡാൻസിനൊന്നും സമയമില്ല എന്ന് പറഞ്ഞ് നിർത്തും. ദാറ്റ് ഇസ് നോട്ട് എ വേ. കാരണം ഡാൻസ് പഠിക്കുമ്പോൾ നമ്മൾ ഒരുപാട് നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റി കൂടുകയാണ്. കാരണം ഡാൻസ് പഠിക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങളാണ് പഠിക്കണം. സ്റ്റെപ്സ് ഓർത്ത് വയ്ക്കണം, എന്താ കണ്ടൻ്റ് എന്ന് അറിയണം, എന്താ കളിക്കാൻ പോകുന്നത് അത് അഭിനയിക്കണം, അതിന് സൈമൾട്ടേനിയസ്ലി താളം ശ്രദ്ധിക്കണം, ഏത് ലൈനായെന്ന് ശ്രദ്ധിക്കണം, അടുത്ത ഏത് ലൈനാണെന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഒരേ സമയത്ത് നമ്മുടെ ബ്രെയിൻ അങ്ങനെ ഈവൻ വി ആർ കോർഡിനേറ്റിംഗ് അവർ എൻറ്റയർ ബോഡി. അപ്പോൾ എന്ന് വെച്ചാൽ അത്രയും ബ്രെയിൻ ആക്ടിവിറ്റിയും കൂടുതലാണ്. അപ്പോൾ യു ബിക്കം സ്മാർട്ടർ. പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ളതൊക്കെ സിമ്പിളായി മാറും. അപ്പോൾ എനി ഡാൻസ് ഫോം ഓർ എനി ക്ലാസിക്കൽ ആർട്ട്, നോട്ട് ഭരതനാട്യം എലോൺ, അതേപോലത്തെ എനി ക്ലാസിക്കൽ ഡാൻസ് ഓർ ക്ലാസിക്കൽ മ്യൂസിക്, ഇഫ് യു ലേൺ യു വിൽ ബിക്കം എ ബെറ്റർ പേഴ്സൺ. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, ഈ കലോത്സവങ്ങൾ സ്റ്റേറ്റിലാണ് പഠിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് പറയാണ്, ഈ കലോത്സവങ്ങൾ എത്രത്തോളം പാകപ്പെടുത്തിയിട്ടുണ്ട് ഉമാ ഗോവിന്ദൻ, എത്രത്തോളം സഹായിച്ചിട്ടുണ്ട്? പോയിട്ടേ ഇല്ല. വൈ? എൻ്റെ ടീച്ചർ ചെന്നൈയിലായിരുന്നു കുറേ നാൾ. ടീച്ചർ ഷീ ടോട്ട് മീ ദ ആർട്ട് ഫോം. ദിസ് ആർട്ട് ഈസ് നോട്ട് ഫോർ കോമ്പറ്റീഷൻ. കല എന്ന് പറയുന്നത് അത് കോമ്പറ്റീഷന് വേണ്ടിയിട്ടുള്ളൊരു സാധനമല്ല. ആർക്ക് ഫസ്റ്റ് വാങ്ങിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല.
അപ്പോൾ ഒരു കുട്ടി എല്ലാവരും പഠിച്ച് വരികയാണെന്ന് വെച്ചോ, ഒരു 5ാം ക്ലാസ്സിലായി. ഒരു കുട്ടിക്ക് 5ാം ക്ലാസ്സിലെത്തുമ്പം പൂവിന് മുഴുവൻ വിരിയാൻ പറ്റില്ല എന്ന് വിചാരിച്ചോ. എന്ന് പറഞ്ഞ് യു കാൻ സേ ഷീസ് നോട്ട് ടാലൻറ്റഡ്. മേ ബി ഷീൽ ടേക്ക് 2 more years അത്രയും നല്ല ഫുൾ ബ്ലൂം ആവാൻ വേണ്ടിയിട്ട്. യു ഹാവ് ടു ഗിവ് ദെയർ ടൈം ആൻഡ് ദെയർ സ്പേസ്. ഒരു താമരപ്പൂ ഉണ്ട്, താമരപ്പൂ തന്നെത്താനെ വിരിയുമ്പോൾ ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഇസ്. നമ്മൾ കടയിൽ നിന്ന് മുട്ട് വാങ്ങിച്ച് ഇടിച്ച് വിരിയിപ്പിച്ചാൽ അത് ഞാനിരിക്കും. ജസ്റ്റ് ലൈക്ക് ദാറ്റ്. കല ഒരു സ്പോട്ടിൽ ആരാണ് ഏറ്റവും നല്ല മിടുക്കി എന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. മൈ ടീച്ചർ ടോൾഡ് മീ ദിസ്. അപ്പോൾ ടീച്ചർ പറഞ്ഞാൽ നിനക്ക് യൂത്ത് ഫെസ്റ്റിവൽ ഇഷ്ടം അല്ലെങ്കിൽ നീ പോണ്ട എന്ന്. ഞാൻ ഒരു യൂത്ത് ഫെസ്റ്റിവലിലും പോയിട്ടില്ല, ഒരു സ്ഥലത്ത് പോയിട്ടില്ല. ഞാൻ എൻ്റെ സ്റ്റുഡൻസിനെ ഞാൻ അങ്ങനെ എൻകറേജ് ചെയ്യാറില്ല പോകാൻ. കാരണം പോയിട്ടുള്ളവരൊക്കെ അതിൽ എഡിക്റ്റ് ആയിട്ടുണ്ട്. പോയിട്ടുള്ളവർക്കൊക്കെ എന്താണ് അവർക്ക് വേണ്ടത്, എനിക്ക് ഫസ്റ്റ് കിട്ടണം എന്നാണ്. ഈ കലോത്സവത്തിലൊക്കെ ഫസ്റ്റ് കിട്ടിയിട്ടുള്ളവർ കോളേജ് കഴിഞ്ഞ് കഴിയുമ്പം അവർക്ക് മത്സരമില്ലാത്തതുകൊണ്ട് ഈ ആർട്ട് ഫോം എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിയില്ല. വാട്ട് ഷുഡ് ഐ ഡു വിത്ത് മൈ ഡാൻസ് ബിക്കോസ് ദർ ഇസ് നോ കോമ്പറ്റീഷൻ. അപ്പോൾ എനിക്കിതൊന്നും അറിഞ്ഞൂടാ, ഞാൻ വിട്ടു. അതിന് കോളേജ് കഴിഞ്ഞാൽ ഞാൻ വിട്ടു. കാരണം ആർട്ട് ഫോം പിന്നെ എന്ത് ചെയ്യണമെന്ന് ദേ ഡോണ്ട് നോ. അതുകൊണ്ട് ഞാൻ പോയിട്ടില്ല. അതുകൊണ്ട് ഇറ്റ് ബെനിഫിറ്റഡ് മീ. പക്ഷേ ചിലപ്പോൾ അത് യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ ഞാൻ പോകുമ്പോൾ അല്ലെങ്കിൽ യൂത്ത് ഫെസ്റ്റിവലിൽ ബാനേഴ്സൊക്കെ വരുമ്പോൾ മിക്കവാറും ചിലപ്പോഴൊക്കെ എൻ്റെ ഫോട്ടോസ് ആയിരിക്കും ആ ബാനേഴ്സിൽ. ഞാൻ വിചാരിക്കും ഞാൻ പോയിട്ടേ ഇല്ല, എന്നിട്ട് ബാനറിൽ എൻ്റെ ഫോട്ടോ വന്നല്ലോ എന്ന്. ഞാൻ പോയിട്ടേ ഇല്ല യൂത്ത് ഫെസ്റ്റിവൽസിൽ. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഭരതനാട്യം അല്ലെങ്കിൽ മറ്റ് ഡാൻസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് അവർക്ക് ഓരോ ഇൻറ്റൻഷൻ ഉണ്ടാവും. ഇപ്പോൾ സിനിമയിലേക്ക് വരിക, ഫെയിം, അതൊക്കെ ആയിരിക്കുമല്ലോ ഇൻറ്റൻഷൻ. പലർക്കും അങ്ങനെ ഒരു ഇൻറ്റൻഷനോട് കൂടിയല്ലേ കല പഠിക്കുന്നത്. ഇല്ല, എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നില്ല. ഇപ്പം ഞാൻ തന്നെ കളിക്കുമ്പോൾ ഒന്നാമത് ഞാൻ സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവലൊന്നും പോവാത്തത് കൊണ്ട് തന്നെ എല്ലാവരും വിചാരിച്ചിരുന്നത് എന്താണ്, ഷീ ഈസ് നോട്ട് ഗുഡ്. If you are good, you have to go to competitions and win prizes. Because you are not going to attend some competition, participate some competition, you are not good. That's why you are not going. First. Second, okay. Appo adu kayinittu I am continuing dance. Appo then they will say, oh, you want to enter films, or you want to go and dance with some other big team. Angane adu venamnilla. You learn that art form. നമ്മൾ അതിന് വേണ്ടിയിട്ടല്ല പഠിക്കണത്. അവിടെ അങ്ങനെ സിനിമയിൽ കയറാൻ വേണ്ടിയിട്ടല്ല ഡാൻസ് പഠിക്കുന്നത്. സിനിമ, ഡാൻസ്. അങ്ങനെയാണ് ഞാൻ പഠിച്ചത്, അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ആ ഒരു ഏജ് ആകുമ്പോഴത്തേക്കും സിനിമയിൽ ഓപ്പർച്യൂണിറ്റി വേണോ, അല്ല സിനിമയിൽ പോകണോ, അതിനാണോ ഡാൻസ് കളിക്കണം എന്ന് വെച്ചിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. ലൈക്ക് ഞാനതല്ല, എൻ്റെ പേഴ്സണലി എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാനത് വിചാരിച്ചിട്ടല്ല ഡാൻസ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും അത് ഉദ്ദേശിച്ചിട്ടല്ല ഡാൻസ് പഠിക്കുന്നത്. ഡാൻസ് പഠിക്കാൻ വേണ്ടി ഡാൻസ് പഠിക്കുന്നവർ ഒരുപാട് പേരുണ്ട്, അല്ലാത്തവരും ഉണ്ട്. ഡാൻസിൽ കൂടെ സിനിമക്കാരാണെന്ന് വിചാരിക്കുന്നവരും ഉണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ നല്ല നല്ല ആർട്ടിസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട് സിനിമയിലും. ഡാൻസിൽ കൂടെ വന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളില്ലേ സിനിമയിൽ കയറിയിട്ടുള്ളവർ. ദേ ആർ ഡെഫിനറ്റ്ലി റിയലി ഗുഡ്. അങ്ങനെ ഉള്ളവർ. അപ്പോൾ ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് ഫോക്കസാണ്. അപ്പോൾ എല്ലാവരും ഡോക്ടർ പഠിച്ചിട്ട് എല്ലാവരും പ്രാക്ടീഷണേഴ്സ് ആവില്ല. ചിലവർ ഡോക്ടറിന് പഠിപ്പിക്കാൻ പോകും, ചിലവർ ബിക്കം ലെക്ചേഴ്സ്, ചിലവർ പ്രാക്ടീസ് ചെയ്യും, ചിലവർ ഇപ്പോൾ മേ ബി ഒരു ഹോസ്പിറ്റലിടും. അങ്ങനെ ദേ ടേക്ക് ഇറ്റ് ഡിഫറെൻ്റ്ലി. അങ്ങനെ അപ്പോൾ എല്ലാവർക്കും അത് തന്നെ അല്ല ഉദ്ദേശം. ഞാൻ കലയെ കാണുന്നവരുമുണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. ഒരുപാട് പ്രൊഫഷണൽ ഫീൽഡ്സിൽ കലയായിട്ട് നിൽക്കുന്നവരെല്ലാവരും അങ്ങനെ നിൽക്കുന്നവരാണ്. അല്ലെങ്കിൽ അവർക്ക് സിനിമയിൽ പോയിക്കൂടായിരുന്നോ? പോയിട്ടില്ല. അപ്പോൾ അവർ ദേ ലവ് ദാറ്റ് ആർട്ട്. അപ്പോൾ ദേ സ്റ്റേ ആസ് ആർട്ടിസ്റ്റ്. ഓക്കെ. ഈ കലയെ ബിസിനസ്സായി കാണണോ ഇന്നത്തെ കാലത്ത്? കലേനെ ബിസിനസ്സായി കാണാൻ പാടില്ല ഒരിക്കലും. കല ബിസിനസ്സല്ല. കല ഇസ് കല. ഈവൻ ബിസിനസ്സായിട്ട് പഠിപ്പിച്ച് ഇപ്പം ഓക്കെ ഐ എം റണ്ണിങ് എ സ്കൂൾ, ഐ എം തിങ്കിങ് അതെനിക്കൊരു കൊമേഴ്ഷ്യലായിട്ട് ഒരു സാധനമാണ്. ഞാൻ ഇഫ് ഐ ആം ഡൂയിങ് ദാറ്റ്, അതിൽ എല്ലാ കുട്ടികൾക്കും അതിൽ ബെനിഫിറ്റ് ഇല്ല. കാരണം ഞാനൊരു ഫാക്ടറി പോലെ നടത്തുകയാണ്. അപ്പോൾ ഐ ഡോണ്ട് ബിലീവ് ഇൻ ദാറ്റ്. ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ല. എൻ്റെ ടീച്ചർ ഓഫ് കോഴ്സ് ഇത് ഞാൻ ടീച്ചർ എന്ന് പറയുമ്പോൾ എപ്പോഴെന്ന് വെച്ചാൽ ദിസ് കംസ് ഫ്രം ദാറ്റ് പരമ്പര. അപ്പോൾ നമ്മൾ ഒരു പ്രായം കഴിയുമ്പോൾ നമ്മുടെ വീട്ടിലെ ഒരു ജീൻസ്, അല്ലെങ്കിൽ ഞാൻ അമ്മയെ പോലെ ആയി മാറും തന്നെ, അല്ലെങ്കിൽ ഞാൻ അച്ഛൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യും. കാരണം നമ്മൾ അതാണ് കണ്ടും കേട്ടും വളരുന്നത്. വീട്ടിലെ ഒരു അറ്റ്മോസ്ഫിയർ ഡെഫിനറ്റ്ലി ബിൽഡ്സ് ദാറ്റ്. ആ ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടാതെ പോവില്ല. അതേപോലെയാണ് ഒരു ഗുരു. ആ ഗുരുവിൻ്റെ ക്വാളിറ്റീസ് സ്റ്റുഡൻറ്റിന് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് അത്രയും വർഷങ്ങൾ നിൽക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് കിട്ടാതെ പോവില്ല. അപ്പോൾ
എൻ്റെ ടീച്ചർ അങ്ങനെയല്ല അതിനെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്കും അത് അങ്ങനെ കൊമേഴ്ഷ്യലായിട്ട് കൈകാര്യം ചെയ്യാറില്ല. ഒരു ബിസിനസ് പോലെ അറിയില്ല. എൻ്റെ എല്ലാ ടീച്ചേഴ്സും അങ്ങനെയാണ്. ഞാൻ മൈഥിലി ടീച്ചറിന് പഠിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് നാൾ ശ്രീമതി രമ വൈദ്യനാഥൻ, വളരെ വെരി സീനിയർ ആർട്ടിസ്റ്റ്, അക്കയുടെ അടുത്ത് പോയിട്ട്, പിന്നെ ഡോക്ടർ ബ്രഗ ബസൽ ചെന്നൈയിൽ, അങ്ങനെ പല ടീച്ചേഴ്സിൻ്റെ അടുത്ത് ഞാൻ പഠിച്ചത്. അവരെല്ലാവരും അങ്ങനെ അല്ല, കൊമേഴ്ഷ്യലായിട്ട് കൈകാര്യം ചെയ്യുന്നവരല്ല, ഇത് ബിസിനസ് പോലെ കൈകാര്യം ചെയ്യുന്നവരല്ല. അപ്പോൾ ഞാനും അങ്ങനെ വിചാരിക്കുന്നില്ല. ബിസിനസ് ഇസ് ബിസിനസ്, കല ഇസ് കല. കല ഒരിക്കലും ബിസിനസ് ആക്കിയാൽ അത് ശരിയാവില്ല. പല കാര്യങ്ങളും നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ റെക്കോർഡൊക്കെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ലക്ഷക്കണക്കിന് കുട്ടികളെ അണിനിരത്തി റെക്കോർഡ് ബ്രേക്ക് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫങ്ഷൻസും പരിപാടികളൊക്കെ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല, അതിലൊരു അർത്ഥവും ഇല്ല. ഇപ്പോൾ 100 പേര് നിന്ന് ഭരതനാട്യം കളിച്ചിട്ട് എന്താ കാര്യം? ഏതെങ്കിലും അതിനെ പറ്റി ഒരു എന്തെങ്കിലും അതിൽ നിന്ന് കൺവേ ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ അതിൽ ഇപ്പോൾ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അതിൽ 100 പേര് കളിക്കുന്നവരിൽ എത്ര പേർക്ക് ശരിക്കും ഭരതനാട്യം? കാരണം ഞങ്ങളുടെ അടുത്തൊക്കെ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇതുപോലത്തെ ഇവൻറ്റ് വരുമ്പോൾ നമ്മുടെ അടുത്തൊക്കെ ചോദിക്കും, നിങ്ങളുടെ സ്റ്റുഡൻസിനെയൊക്കെ അയക്കണം. അല്ലെങ്കിൽ അധികം പഠിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ കുഴപ്പമില്ല. അപ്പം പഠിച്ചിട്ടുള്ളവരല്ല അതിൽ കളിക്കണത്. പിന്നെ അവരെന്ത് പറ്റും, എനിക്ക് ഭരതനാട്യം കളിച്ചിട്ട് എനിക്ക് ഇങ്ങനെ റെക്കോർഡ് കിട്ടി എന്ന് പറഞ്ഞിട്ടൊരു സർട്ടിഫിക്കറ്റ് അവരുടെ വീട്ടിലിരിക്കും. പക്ഷെ ഒരു 2 സ്റ്റെപ്പ് കളിക്കാൻ ചിലപ്പോൾ അവർക്ക് പറ്റില്ലായിരിക്കും. അതിലെന്താ അപ്പം അർത്ഥമുള്ളത്? ഒരർത്ഥവും ഇല്ല. നമുക്ക് അത് വെച്ച് ഒന്നും കിട്ടാനില്ല. അത് ജസ്റ്റ് ഒരു പേപ്പറിൽ ഇരിക്കുന്ന ഒരു സംഭവമാണ്. ഞാനതിന് ഒട്ടും അതിന് അർത്ഥമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് എൻ്റെ മൈ പോയിന്റ് ഓഫ് വ്യൂ. മേ ബി അതല്ലാന്ന് തോന്നുന്ന ആൾക്കാരുണ്ടാവാം. ചില ആൾക്കാർക്ക് ആ ഡാൻസ് ആ കോസ്റ്റ്യൂം ഇടാനുള്ള ഒരു കൊതി കൊണ്ട് ഇതുപോലത്തെ വേദികൾക്ക് അവർക്ക് കിട്ടുന്നുണ്ടാവാം. അപ്പം മേ ബി ദേ ആർ സാറ്റിസ്ഫൈഡ് വിത്ത് ദാറ്റ്. പക്ഷേ അത് ഹോൾ സ്റ്റോറി നോക്കുമ്പോൾ അതിൽ അർത്ഥമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് ഡൗട്ട്ഫുൾ. ചിലപ്പോൾ 1-2 പേർക്ക് ബെനിഫിറ്റ് ഉണ്ടാവുമായിരിക്കും. ആയിരിക്കാം. പക്ഷെ അതിനു വേണ്ടി ബാക്കി 1000 പേര് വർക്ക് ചെയ്യണോ? അതിൻ്റെ ആവശ്യമില്ല. അത് മേ ബി ഇപ്പോൾ അങ്ങനെ ഒരു ഇവൻറ്റ് നടത്തി, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇവൻറ്റ് ഉണ്ടായി, നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടി. ഞാൻ ആ സർട്ടിഫിക്കറ്റ് എല്ലാ ദിവസവും എടുത്ത് നോക്കുമോ? കൂടിപ്പോയാൽ ആ ഒരാഴ്ച നോക്കുമായിരിക്കും. അല്ലെങ്കിൽ ആ ഇവൻറ്റിനെ പറ്റിയിട്ട് പത്രത്തിൽ വന്നു, എല്ലാ ദിവസവും ആൾക്കാർ അത് ഓർക്കുമോ? ആ ദിവസം നോക്കും, അടുത്ത ദിവസം നോക്കും, പിന്നെ വേറെ ഇവൻറ്റ്സ് വരുമ്പോൾ അതിൻ്റെ പുറകെ പോവില്ലേ? അപ്പോൾ ഇത്രയും എഫേർട്ട് എടുക്കുന്നതിന് വാട്ട് ഈസ് ദ ബെനിഫിറ്റ്, വാട്ട് ഈസ് ദ യൂസ്? ഇല്ലാതാണ് എനിക്ക് തോന്നുന്നത്.